പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിലെ അന്തം കമ്മികൾക്ക് വെറും മുഖ്യമന്ത്രി മാത്രമല്ല, നിത്യവും വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്ന കൺകണ്ട ദൈവം കൂടിയാണ്. അത് വീണ്ടും വീണ്ടും അരക്കിട്ടുറപ്പിക്കുകയാണ് ഇടത് കൺവീനർ ഇ.പി. ജയരാജനും പിണറായിയെ പ്രകീർത്തിച്ചുകൊണ്ട് പുതുതായി ഇറങ്ങിയ പാട്ടുമല്ല. അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ കഴിവ് ഭരണരംഗത്തും രാഷ്ട്രീയ രംഗത്തും സംഘടനാ രംഗത്തുമുണ്ട്. അദ്ദേഹത്തിനുള്ള ആ പ്രത്യേകതയെ ആരാധിക്കുന്നവർ നിങ്ങൾ കാണുന്നതിലപ്പുറം ജനം ഇവിടെയുണ്ട്. ആ ആരാധനയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന കലാസൃഷ്ടികളാണ് ഇത്. തച്ചോളി ഒതേനനെ കുറിച്ച് വീരാരാധനയുള്ള ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രത്യേകതയുള്ള ഇതിഹാസ പുരുഷന്മാരാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി എന്നിവരൊക്കെ അങ്ങനെയാണ്. വ്യക്തി ആരാധനയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ എതിരാണ്, പക്ഷേ വ്യക്തിത്വത്തെ മാനിക്കാതിരിക്കുന്നില്ല. മഹാനായ ലെനിൻ, ചെഗുവേര എന്നിവർ ഉദാഹരണങ്ങളാണെന്നായിരുന്നു വിഷയത്തിൽ ഇ.പി.യുടെ വിശദീകരണം. സുധാകരന്റെ പുകഴ്ത്തൽ ട്രോൾ ലോകം ഏറ്റെടുത്തതിന് പിന്നാലെയായിരുന്നു കേരള CM എന്ന പേരിൽ പിണറായിയെ സ്തുതിച്ചുകൊണ്ട് യൂട്യൂബിൽ മറ്റൊരു പാട്ട് റിലീസാകുന്നത്. പിണറായി വിജയൻ നാടിന്റെ അജയ്യൻ, നാട്ടാർക്കെല്ലാം സുപരിചിതനെന്നാണ് പാട്ടിന്റെ തുടക്കം. തീയിൽ കുരുത്തൊരു കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ചൊരു സൂര്യൻ, മലയാള നാട്ടിൻ മന്നൻ, ഈങ്കുലാബിൻ സിമ്പൽ, ഇടതുപക്ഷ പക്ഷികളിൽ ഫിനിക്സ് പക്ഷി, ഇങ്ങനെ നീളുന്നു പാട്ടിൽ പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള വിശേഷണങ്ങൾ. കോവിഡിലെയും പ്രളയത്തിലെയും രക്ഷകനായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ഗാനത്തിൽ നിരവധി വിശേഷണങ്ങളും പിണറായി വിജയന് നൽകിയിട്ടുണ്ട്. എന്നാൽ പി ജയരാജനെ ചെന്താരകമാക്കിയ PJ ആർമിയുടെ പുകഴ്ത്തലുകളെ മുന്നിൽ നിന്നും എതിർത്ത പിണറായിക്ക് തന്നെ പുകഴ്ത്തിയപ്പോൾ മാത്രം എതിർക്കാൻ തോന്നിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള മെഗാ തിരുവാതിര ഉണ്ടാക്കിയ വിവാദം കെട്ടടങ്ങുമ്പോഴാണ് പുതിയ പാട്ടിന്റെ രംഗപ്രവേശം. തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. തീയിൽ കുരുത്ത കുതിരയായും കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായുമെല്ലാമാണ് പാട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. ബ്രണ്ണൻ കോളേജിലെ പിണറായിയുടെ പാർട്ടി പ്രവർത്തനവും വീഡിയോ ഗാനത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് വിവാദം ഗൂഢാലോചന എന്ന വിമർശനത്തോടെയാണ് പാട്ടിന്റെ തുടക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിന് CPM തയ്യാറെടുക്കുമ്പോഴാണ് പാട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വരികളും നൃത്തവും എല്ലാം യുവാക്കളെ ലക്ഷ്യമിട്ടാണ്. കാരണഭൂതനെ ദൈവാവതാരമാക്കിയത് മന്ത്രി VN വാസവനാണ്. ദൈവം നൽകിയ വരം പോലെ പിന്നാലെ തുറമുഖം എന്ന വകുപ്പ് കൂടി വാസവന് കിട്ടി. ദൈവപ്രീതിയിൽ കിട്ടുമെന്ന് വിശ്വാസികൾ വിശ്വസിക്കുന്ന സമ്മാനത്തിന് സമാനമായി വാസവന് തുറമുഖ വകുപ്പ് കിട്ടിയതിനെ കാണുന്നവരുമുണ്ട്. ഗാനത്തിന് പിന്നിൽ CPM നേതൃത്വത്തിലുള്ളവർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും പിണറായി ഫാൻസാണ് പിന്നിലെന്നത് ഉറപ്പിക്കാം. ഏതായാലും പുകഴ്ത്തുപാട്ടിനെ പിണറായി വിജയൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സ്ഥിതിക്ക് ഇനിയും സമാന വീഡിയോകൾ പിണറായി സ്തുതിയുമായി യൂട്യൂബിലെത്തുമെന്നതിനും യാതൊരു സംശയവും വേണ്ട. ഇ.പി. ജയരാജനും അന്തം കമ്മികളുമെല്ലാം പറയുന്നത് പോലെ പിണറായി വിജയൻ അജയ്യനും തീയിൽ കുരുത്ത കുതിരയുമെല്ലാം ആണെങ്കിലും കേരളത്തിൽ പട്ടിണിക്കും വിലക്കയറ്റത്തിനും യാതൊരു കുറവുമില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പെൻഷൻ പോലും ലഭിക്കാതെ വയോജനങ്ങളടക്കം ബുദ്ധിമുട്ടുമ്പോഴാണ് മറുവശത്ത് സഖാക്കളുടെ പുകഴ്ത്തലെന്നാണ് പിണറായി വിശ്വാസികൾ അല്ലാത്ത സാധാരണക്കാരുടെ പ്രതികരണം.